ഹായ്, നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു നേരുന്നു. ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ മിക്ക വീടുകളിലും ഇപ്പോൾ കുഞ്ഞു മക്കളെല്ലാം ഉണ്ടാവും. എൻ്റെ അടുത്തും 2 കുഞ്ഞു മക്കളുണ്ട്. നമ്മൾ അവർക്ക് വായിൽ പല്ല് വരുന്നത് മുതൽ അവരുടെ വായ ക്ലീൻ ചെയ്യാനും പല്ല് ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആരും ഓർക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ കുഞ്ഞു മക്കൾ പാല് കുടിക്കുന്ന പ്രായം മുതൽ അവരുടെ വായിൽ അണുക്കളുണ്ടാവും, നാവിൽ പൂപ്പൽ വരും. നമ്മളത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും വരും. വായ്പുണ്ണ് പോലുള്ള രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് നല്ല കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. ഒരാഴ്ചയിൽ 2-3 ദിവസം നമ്മൾ കുഞ്ഞു മക്കളെ നാവ് ക്ലീൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മക്കൾ ഇവിടെ ഈ തൊണ്ടന് ഈ സൈഡ് നാവിൽ വായിൻ്റെ ഉള്ളിലൊക്കെ വായ്പുണ്ണ് വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അറിയാലോ, മക്കൾ വായ തുറക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കുള്ള കാര്യം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫീഡ് ചെയ്യുന്ന അമ്മമാരോട് പ്രത്യേകിച്ച് പാലിൽ എന്തായാലും ഒരു 10 മാസം 8 to 10 മാസം എങ്ങനെയാണെങ്കിലും എടുക്കും. ഒരു കുഞ്ഞു പല്ല വായിൽ ചില കുട്ടികളിൽ മാത്രമേ നേരത്തെ കാലത്ത് പല്ലുകളൊക്കെ വരാറുള്ളൂ. അപ്പോൾ നമ്മളൊരു കോട്ടൻ്റെ തുണി എടുക്കുക. കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മൾ ഈ 2 വിരലിട്ടിട്ട് ഇതൊക്കെ ഞാൻ പോയി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു തുണി ഇങ്ങനെ എടുത്തിട്ട്, നല്ല സോഫ്റ്റായിട്ടുള്ള കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കുഞ്ഞു മക്കളെ നാവയിൽ നല്ല സർക്കിൾ മോഷനിൽ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യുക. വായ ക്ലീൻ ആക്കുക. നമ്മൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖം പുറമെ തുടക്കണതിന് പോലെ തന്നെ ഒരു തുണി നനച്ചിട്ട് വായൻ്റെ ഉള്ളും കൂടെ ക്ലീൻ ആക്കുക. അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ. ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂട്ടോ. ഇനി മുതലൊന്ന് ചെയ്ത് നോക്കൂട്ടോ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.